അപ്പോഴേ ഇന്നിപ്പോൾ ദാ വെള്ളിയാഴ്ച സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. വളരെ ഹാപ്പി ആയിട്ടുള്ള വരവാണ്. കാരണം ഇനി 2 ദിവസം ഹോളിഡേ ആണല്ലോ. നമ്മുടെ കുട്ടികളേക്കാൾ ഹാപ്പിനെസ് സത്യം പറഞ്ഞാൽ ടീച്ചേഴ്സിനാണ് കേട്ടോ ഹോളിഡേ കിട്ടുമ്പോൾ. അങ്ങനെ ദാ വരുന്ന വഴി ഒരു ഷോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്, ടീ ഷോപ്പിൽ. കാരണം ദേ വരുന്ന 2 വിദഗ്ധകളാണ് കേട്ടോ. അതായത് നിമ മിസ്സും ശോഭ മിസ്സും. അവർ പറഞ്ഞു എങ്കിൽ പിന്നെ നമുക്കൊരു ചായ കുടിച്ച് കളയാം. കേട്ട പാതി കേൾക്കാത്ത പാതി സമ്മതം മൂളി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബില്ല് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, അവർ കൊടുത്തോളൂ കേട്ടോ. ദാ ഈ ഇരിക്കുന്ന ശോഭ മിസ്സാണ് കേട്ടോ ബില്ല് കൊടുക്കണത്. അപ്പോൾ പിന്നെ വേഗം സമ്മതം മൂളിയിട്ടുണ്ട്. അങ്ങനെ ദാ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു. ഇനിയിപ്പോൾ കാത്തിരിപ്പാണ് കേട്ടോ. ക്ലാസ് കഴിഞ്ഞ് വരുന്ന സ്കൂളിലെ ടീച്ചേഴ്സാണ്. ഇതെന്താ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നു, തിരിഞ്ഞു നോക്കുന്ന അവർ മുഖം കാണിക്കണ്ട വെച്ചിട്ടേ, ടയേർഡായിട്ടുള്ള മുഖം കാണണ്ട വെച്ചിട്ട്. പക്ഷെ ഞാൻ വീട്ടിൽ ഓപ്പൺ ചെയ്ത സ്മെല്ല് എന്താ കഴിക്കാനല്ലേ ഒരു ചായ വന്ന് കൊണ്ടുവന്ന് വെച്ചപ്പോഴത്തേക്ക് ഒന്ന് വീഡിയോ എടുക്കാൻ സമയം തരണ്ടേ? അതെ, നിറച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ, നിറച്ച് കിട്ടാൻ വേണ്ടിയുള്ള. ഇവിടെ അതാ തലവേദനിച്ചിട്ട് ഇരിക്കുക തോന്നുന്നു. ഉള്ളിവട അതെ, ഉള്ളിവട, പഴംപൊരി, പത്തിരി. ഇതെല്ലാം ഇനി വീഡിയോ പുറത്തു വരുമ്പോൾ ബാക്കി ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഇനിയിപ്പോൾ ദാ വോയിസ് ഓവർ കൊടുത്തേ പറ്റൂ. കാരണം അത്തരം കാര്യങ്ങളാണ് അവിടെ തമാശയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്തായാലും പബ്ലിക് ആക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ ഫ്രണ്ട്സ് കൂട്ടത്തിൽ കൂടുമ്പോൾ അറിയാലോ, നമുക്ക് പല തമാശയും പറയാനുണ്ടാവില്ലേ. അങ്ങനെ കുറച്ച് തമാശകളാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതങ്ങനെ പബ്ലിക് ആക്കണ്ടെന്ന് വിചാരിച്ചു. ടീച്ചേഴ്സ് ആയി പോയില്ലേ, ഇങ്ങനെയാണോ എന്നുള്ളത് നിങ്ങൾ തോന്നണ്ട എന്ന് വിചാരിച്ചിട്ട് ആണ് ഞാൻ വേഗം വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. ആ ചിരിയൊന്നും മനസ്സിലാവുന്നില്ല എല്ലാവർക്കും എന്തായിരിക്കും എന്നുള്ളത്. അത്രയ്ക്കും കട്ട തമാശയായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല കേട്ടോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം നിമിഷങ്ങളൊക്കെ എൻജോയ് ചെയ്യണം കേട്ടോ. വേറൊന്നുമല്ല, ഇപ്പോൾ ഞങ്ങളൊരു ചായയെ കുടിച്ചുള്ളൂ, ഒരു ഉള്ളിവടയെ കഴിച്ചിട്ടുള്ളൂ, അത്രയേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇതിൽ നിന്ന് കിട്ടിയ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയും വലിയ സന്തോഷമാണ് കേട്ടോ ഇത്തരം നിമിഷങ്ങൾ നമുക്ക് പകർന്നു തരുന്നത്. എന്തായാലും നമുക്ക് നോക്കാം അല്ലേ, ഞങ്ങളുടെ സ്വന്തം വോയിസ് എന്തൊക്കെയാണ് അവിടെ പറഞ്ഞു വരുന്നതെന്ന് നമുക്ക് നോക്കാം. അത് മിസ് ചെയ്തില്ലേ? ആ സോസ് കൊടുക്കൂ. ശേ, ഞാനിപ്പോഴത് കണ്ടത്. എടുക്കും വെറുതെ എല്ലാം ഒരു രസം. എവിടേക്ക് വേണ്ട, വേണ്ടൊന്നും വേണ്ട. സോസിൽ മുക്കി, ആ അതേപോലെ സോസിൽ മുക്കി. ഇപ്പൊ ഇന്നതിന് ഇന്നതെന്നൊന്നുമില്ല, നമ്മൾ എന്താണോ ചെയ്യുന്നത്. എനിക്ക് സോസ് ഇഷ്ടമാണ്. ഞാൻ മൊത്തം വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും. അങ്ങനെ അതാ ഞങ്ങൾക്ക് കിട്ടിയ ആ ഒരു കുഞ്ഞു നിമിഷം ഞങ്ങളെല്ലാവരും അങ്ങോട്ട് അടിച്ച് പൊളിക്കുന്നുണ്ട് കേട്ടോ. പബ്ലിക്കാക്കാൻ പറ്റാത്ത കുറേ തമാശകൾ പറഞ്ഞു, പഴംപൊരി എടുത്ത് സോസിൽ മുക്കിയും ഉള്ളിവട എടുത്ത് ചട്നിയിൽ മുക്കിയൊക്കെ ഞങ്ങൾ അങ്ങോട്ട് അടിച്ച് പൊളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബില്ല് കൊടുക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു മുഹൂർത്തം അങ്ങോട്ട് അടിച്ച് പൊളിക്കുന്നുണ്ട്. പക്ഷേ അതാ ശോഭ മിസ് നിൽക്കുന്ന സ്ഥാനത്ത് ഞങ്ങൾ ഓരോരുത്തരും ഇനി വരുന്ന ദിവസങ്ങളിൽ നിൽക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം, വരുന്ന വഴി കാണാം. ഇനി എനിക്ക് പറ്റിയൊരു അമളിയും കൂടെ കണ്ടിട്ട് നമുക്കോട്ട് പിരിയാം. ഞങ്ങളെല്ലാവരും ചായയും കുടിച്ച് വീഡിയോ എടുത്ത് അവസാനം മനസ്സിലായത് റീബ മിസ്സിന് ചായ റീബ മിസ് കുടിച്ചിട്ടില്ല എന്നുള്ളത്. ഇപ്പൊ റീബ മിസ് ചായ കുടിക്കും. ഇങ്ങനെ എല്ലാവരും കഴിഞ്ഞ് റീബ മിസ്സിന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന നിമിഷമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ചായ കുടിച്ച് വീട്ടിലേക്ക് പോവുക. ഇവിടെ ഇരുന്ന് ചായ കുടിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂന്ന്.
അങ്ങനെ അവസാനം എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾ കണ്ടല്ലോ. അവരെല്ലാവരും ചായയും കുടിച്ച് സ്നാക്സും കഴിച്ച് അവരിറങ്ങി കേട്ടോ. ആ സമയത്താണ് ഞാൻ ചായ കുടിച്ചിട്ടില്ല. ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിലും തമാശകൾ കേൾക്കുന്ന തിരക്കിലും പറയുന്ന തിരക്കിലും അതുപോലെ തന്നെ പഴംപൊരി എടുത്ത് സോസിൽ മുക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നു. ഇതിനിടയ്ക്ക് ചായ കുടിക്കാൻ മറന്നുപോയി കേട്ടോ. പിന്നെ എന്തായാലും ചായ കുടിക്കാൻ കയറിയ ഞാൻ സോസല്ല ജ്യൂസ് കുടിച്ച് ചായ ജ്യൂസ് കുടിച്ച് ഇങ്ങോട്ട് ഇറങ്ങേണ്ടി വന്നു. ഇപ്പോൾ ദാ നമ്മുടെ ശോഭ മിസ് പറയുന്നത് വേറൊന്നുമല്ല, വീട്ടിൽ പോയി ദിവസവും സ്വയം ചായ ഉണ്ടാക്കി കുടിക്കുകയല്ലേ ഇന്ന് ഇതൊരു രസം അല്ലേ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും പോയി. ഇനിയിപ്പോൾ ദാ പുറകിൽ ഞങ്ങളും വെച്ച് പിടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ പുറകിൽ വെച്ച് പിടിച്ച അതേ സ്പീഡിൽ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഞാൻ അവിടെ ഒരു സാധനം മറന്നു വെക്കുകയും ചെയ്തിട്ടുണ്ട്. ചായ കുടിക്കാൻ മറന്നു. എല്ലാവരും ഷോപ്പിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ ചായ കുടിച്ച് ചായ ജ്യൂസ് കുടിച്ച് ഇറങ്ങിയത് എന്ന് പറയുന്നത് പോലെ തന്നെ കയ്യിലുള്ള ഒരു സാധനം അവിടെ മറന്നു വെക്കുകയും ചെയ്തു. അങ്ങനെ അജിത ടീച്ചർ ആയതുകൊണ്ട് പാവം എല്ലാം സഹിച്ച് കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ എന്നെ. അങ്ങനെ തിരിച്ചു വന്നു. ദാ വേറൊന്നുമല്ല, അതായിരുന്നു സാധനം, റെയിൻകോട്ട്. അങ്ങനെ അതും എടുത്ത് ഞങ്ങളിതാ വീട്ടിലേക്ക് തിരിച്ചെത്തി കേട്ടോ. തിരിച്ചെത്തിയപ്പോഴാണ് നമ്മുടെ അജിത ടീച്ചർ ട്രാഫിക് ജാമിൽ പെട്ടോ എന്നൊരു സംശയം. അവിടെ ഒരു ട്രാഫിക് ജാം ഉണ്ടായിട്ടുണ്ട്, ആൾ അതിൽ പെട്ടോന്നറിയില്ല. അങ്ങനെ വന്നതാ നമ്മുടെ പൊന്നസുകുട്ടി ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല. അനിയന്മാരുടെ പനി മാറിയപ്പോൾ നേരെ അത് ചേച്ചിക്കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. ചേച്ചിക്കുട്ടി ആകെ അവശയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷത്തിലേക്കേ ഉള്ളൂ. ഇനി അടുത്തൊരു വിശേഷത്തിൽ